കേരള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ പലപ്പോഴും മാറിമറിയാറുള്ളത് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ചലനങ്ങളിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാലാ നിയമസഭാ മണ്ഡലം. കെ.എം. മാണി എന്ന രാഷ്ട്രീയ അധികായന്റെ തട്ടകമായിരുന്ന പാലാ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ നഷ്ടപ്പെട്ട തട്ടകം തിരിച്ചുപിടിക്കാൻ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ പാലാ വീണ്ടും ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി മാറുകയാണ്. അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും മണ്ഡലത്തിലെ ഓരോ ചലനങ്ങളും വിരൽ ചൂണ്ടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മണ്ഡലത്തിലെ കുടുംബ സംഗമങ്ങളിലും പൊതുപരിപാടികളിലും ജോസ് കെ മാണി സജീവ സാന്നിധ്യമാണ്. സാധാരണ പ്രവർത്തകർക്കിടയിലേക്കും വോട്ടർമാരിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു താഴെത്തട്ട് പ്രവർത്തനമാണ് അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്കിടെ റോഷി അഗസ്റ്റിൻ MLA നടത്തിയ പ്രഖ്യാപനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു റോഷിയുടെ ആ വാക്കുകൾ. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും, വിജയം സുനിശ്ചിതമാണ്. പാർട്ടിക്കുള്ളിലെയും മുന്നണിക്കുള്ളിലെയും ധാരണകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലാ വെറുമൊരു മണ്ഡലമല്ല, മറിച്ച് പാർട്ടിയുടെ അസ്തിത്വത്തിന്റെ ഭാഗമാണ്. പതിറ്റാണ്ടുകളോളം K.M. മാണി കാത്തു സൂക്ഷിച്ച ഈ മണ്ഡലം കൈവിട്ടുപോയത് പാർട്ടിക്കേറ്റ വലിയ ആഘാതമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനോട് 15,378 വോട്ടുകൾക്ക് ജോസ് കെ മാണി പരാജയപ്പെട്ടത് അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ LDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനും പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്താനും കഴിഞ്ഞ 3 വർഷം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പാലായിലെ വോട്ടർമാരുടെ വികാരങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ മാണി സാറിന്റെ ഓർമ്മകളും വികസന രാഷ്ട്രീയവും ഒരുപോലെ ഉപയോഗിക്കാനാണ് കേരള കോൺഗ്രസ് എം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ പോരായ്മകൾ പരിഹരിച്ച് ഓരോ ബൂത്തുകളിലും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇക്കുറി പ്രവർത്തനം. UDF ക്യാമ്പിലെ ആശയക്കുഴപ്പങ്ങൾ ഒരു ഭാഗത്ത്, സിറ്റിംഗ് MLA മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള UDF ക്യാമ്പ് വലിയ വെല്ലുവിളിയിലുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാപ്പനെ തുണച്ച പല ഘടകങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് എതിരാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ MLAക്ക് സാധിച്ചിട്ടില്ലെന്ന വിമർശനം വോട്ടർമാർക്കിടയിൽ ശക്തവുമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാർഷിക മേഖലയിലെ ഇടപെടലുകളിലും കാപ്പൻ പരാജയപ്പെട്ടുവെന്നാണ് LDF ഉയർത്തുന്ന പ്രധാന ആരോപണം. മാണി സി കാപ്പന്റെ പ്രവർത്തനങ്ങളിൽ UDFിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനും അതൃപ്തിയുണ്ട്. കാപ്പന്റെ ജനപ്രീതി കുറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ച് പോലും ചർച്ചകൾ നടന്നിരുന്നു. ജോസ് കെ മാണി നേരിട്ട് മത്സരരംഗത്തിറങ്ങുന്നത് UDF ക്യാമ്പിനെ ഭീതിയിലാഴ്ത്തുന്നുമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ സംഘടനാ സംവിധാനം ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് പാലായിലുണ്ട്. ജോസ് കെ മാണി മത്സരിച്ചാൽ മാണി സി കാപ്പൻ ദയനീയമായി പരാജയപ്പെട്ടേക്കാമെന്ന വിലയിരുത്തൽ UDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട്. പാലാ പിടിക്കാൻ വ്യക്തമായ പ്ലാൻ A, പ്ലാൻ B എന്നിവയോടെയാണ് ഇടതുമുന്നണി നീങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജോസ് കെ മാണിയുടെ വ്യക്തിപ്രഭാവവും ഒത്തുചേരുമ്പോൾ വിജയം ഉറപ്പാണെന്ന് അവർ കരുതുന്നുമുണ്ട്. മണ്ഡലത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും കർഷക വോട്ടുകൾ ഉറപ്പിക്കാനും കേരള കോൺഗ്രസ് എം പ്രത്യേക ശ്രദ്ധ നൽകുന്നുമുണ്ട്. കഴിഞ്ഞ തവണ മാണി സി കാപ്പന് ലഭിച്ച സഹതാപ തരംഗമോ രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളോ ഇക്കുറി നിലവിലില്ല. മാത്രമല്ല, പ്രാദേശിക തലത്തിലെ UDFിലെ പടലപ്പിണക്കങ്ങൾ ജോസ് കെ മാണിക്ക് ഗുണകരമാകും. പാലാ മണ്ഡലം എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും മാണി സാറിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെയും പ്രശ്നമാണ്. തോറ്റ മണ്ണിൽ തന്നെ വിജയിച്ച് കരുത്ത് തെളിയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ അനിവാര്യതയാണ്. മാണി സി കാപ്പനെതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ജോസ് കെ മാണിക്ക് വലിയ ആയുധമാകും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടെ പാലാ അക്ഷരാർത്ഥത്തിൽ ഒരു തീ പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും.